കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ 6 ദിവസമായി നിരാഹാര സമരം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് മറ്റ് 5 പേരാണ് ഇന്നു മുതൽ നിരാഹാര സമരം നടത്തുന്നത്. അതിനിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമരപ്പന്തൽ സന്ദർശിച്ച് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 6 ദിവസമായി നിരാഹാര സമരം നടത്തി വന്നവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് താമരശ്ശേരി രൂപതയിലെ വൈദികൻ ജിൻസൺ തയ്യലിന്റെ നേതൃത്വത്തിലുള്ള 5 പേർ നിരാഹാര സമരം ആരംഭിച്ചത്. സമരം 7ാം ദിവസത്തിലേക്ക് കടന്ന ഇന്ന് നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമസ്ത AP വിഭാഗം നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും രംഗത്തെത്തി. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണിക്കാരായി പോവുകയും രാജ്യത്ത് ജീവിത മാർഗം തന്നെ സ്തംഭിച്ചു പോവുകയും ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട്. സമരത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് മലയോര മേഖലയിൽ നിന്നും സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും വിജ്ഞാപനം പുറത്തു വന്നാൽ മാത്രമേ നേതാക്കളെ വിശ്വസിക്കുകയുള്ളൂ എന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്. അറിവിന്റെ വിസ്മയ ലോകം ഒരു വിരൽത്തുമ്പിലൂടെ സന്ദർശിക്കൂ www.ssfmobile.com. താങ്ക് യു.